ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി മുട്ട അവിയലാണ്. മുട്ട അവിയൽ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുട്ടയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുമ്പോൾ ഈ ഒരു റെസിപ്പി അങ്ങനെ പുറത്തുനിന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. നമ്മൾ വീടുകളിൽ ഇവിടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി മുട്ട അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പം താറാമുട്ടയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കോഴിമുട്ട എടുക്കാം. എന്നിട്ട് അത് നമ്മളിങ്ങനെ പുഴുങ്ങി വെച്ചേക്കുക. അതിങ്ങനെ ഒരു മുട്ട 4 പീസായിട്ട് കട്ട് ചെയ്യണം. കോഴിമുട്ട എടുക്കാവേ. ഞാൻ പിന്നെ ഇവിടെ ഇപ്പം താറാമുട്ട ഇരുന്നത് കൊണ്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 പീസ്, 5 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം. ഇത് ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെയാണ് മുട്ട അവിയൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനിതൊന്ന് അവിയലിൻ്റെ പാകത്തിൽ, അവിയലിൻ്റെ അരപ്പില്ലേ, ആ അവിയലിൻ്റെ പാകത്തിൽ ഒന്ന് അരച്ചിട്ട് വരാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞക്കരു ഇപ്പം അതിൽ നിന്ന് വേർപെട്ട് പോയാലും പ്രശ്നമില്ല. കാരണം അത് ടേസ്റ്റ്, അന്നേരം ആ അരപ്പിനൊക്കെ ഒന്നും കൂടെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു മുട്ട പുഴുങ്ങിയതായതുകൊണ്ട് തന്നെ മുട്ട വെന്തതാണല്ലോ. അപ്പം നമ്മളിനി ഒരുപാട് അങ്ങ് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ അരപ്പൊന്ന് വേവാനുള്ള ഒരു വെള്ളം മാത്രം മതി. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയെന്ന് വെച്ചാൽ ചെറുതായിട്ട് മഞ്ഞക്കരി ഒന്ന് ഫുള്ള് ഉടയാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയാണ് കൊടുത്ത്, ഇല്ലെങ്കിൽ ഒന്ന് ചുറ്റി വെച്ചാലും മതി. ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് അടച്ചെടുക്കാം. ഈ അരപ്പൊന്ന് നമുക്കൊന്ന് വറ്റി, ആ ഒരു അവിയൽ പരുവം ഉണ്ടല്ലോ, അരപ്പൊന്ന് വറ്റിയിട്ട് നമ്മൾ അവിയലിൻ്റെ ആ ഒരു അങ്ങനെ ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. പാകമായി നോക്കാം. വെള്ളമൊക്കെ വറ്റി നമ്മൾ കറക്റ്റ് അവിയൽ പരുവായിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. നമുക്കിത് പച്ച വെളിച്ചെണ്ണ എടുക്കും, നമ്മൾ അവിയലിന് ഒഴിക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ മുട്ട അവിയൽ റെഡി. ഇത് എല്ലാവർക്കും ഇപ്പം രാവിലെ ഓഫീസിൽ പോകുമ്പം ലഞ്ച് ബോക്സ് നിറയ്ക്കാനോ ലഞ്ച് ബോക്സിനകത്തേക്ക് നമുക്ക് കറിയായിട്ട് വെക്കാൻ പറ്റി വരിക. കാരണം രാത്രി ഒന്ന് മുട്ട പുഴുങ്ങിയിട്ടാൽ രാവിലെ പെട്ടെന്ന് ഒരരപ്പുണ്ടാക്കി നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് പോലും വേണ്ട. ആ ഒരു വെള്ളം വറ്റി വരുന്ന ആ അരപ്പിൽ നിന്ന് 2 ആവി കയറി അരപ്പ് വേവുന്ന ആ ഒരു ടൈം മാത്രം മതി നമുക്ക്. നല്ലൊരു കറിയാണ്. ആവശ്യത്തിന് പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച്, എരിവ് കുറവ് വേണ്ടവർ അതിനനുസരിച്ച് കുറച്ച് പച്ചമുളക് അരയ്ക്കാം. കൂടുതൽ വേണ്ടവർ നല്ല എരിവ്, നല്ല കുറച്ചും കൂടെ പച്ചമുളകൊക്കെ അരയ്ക്കാമെങ്കിൽ നല്ല എരിവുള്ള ഒരു കൂട്ടാനും കൂടാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഷെയർ ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. അന്നേരം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.